ഇടപ്പള്ളി മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി രവീന്ദ്രനാഥ് നിർവഹിച്ചു. ഇടപ്പള്ളി അണ്ടർപാസ് ഉടൻ യാഥാർത്ഥ്യമാകും. മേൽപ്പാലം തുറന്നുകൊടുത്തതോടെ കൊച്ചിയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായി. ഇടപ്പള്ളി മേൽപ്പാലത്തിലൂടെ ചക്രമുരുളാൻ തുടങ്ങിയതോടെ ദീർഘനാളായുള്ള കൊച്ചിക്കാരുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. പദ്ധതിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. പാലത്തോടനുബന്ധിച്ച് ഇടപ്പള്ളി അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. എൻ്റെ നാടിൻ്റെ തൊട്ടു തന്നെയുള്ള ഈ അണ്ടർപാസ് ഈ നാടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന രീതിയിൽ ഇതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ പൂർണ്ണമായും ശ്രമിക്കും എന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. കൊച്ചി മെട്രോയ്ക്ക് അനുബന്ധമായി ഇടപ്പള്ളി പാലത്തിന്റെ പണി പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം DMRC സർക്കാരിനെ അറിയിച്ചിരുന്നു. തുടർന്ന് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ അനുമതി നൽകി. 49 കോടി രൂപയായിരുന്നു മേൽപ്പാലത്തിന്റെ പദ്ധതി വിഹിതം. എന്നാൽ 38 കോടിക്കാണ് മേൽപ്പാലത്തിന്റെ പണി സമയബന്ധിതമായി DMRC പൂർത്തിയാക്കിയത്. ഈ മേൽപ്പാലത്തിന് മാത്രം 49 കോടിയാണ് എസ്റ്റിമേറ്റിൽ വകവെത്തിയത്. അതിൽ ഞങ്ങൾക്ക് ഈ പദ്ധതി 38 കോടിയിൽ തന്നെ തീർക്കാൻ സാധിച്ചു. അതുകൂടെ ഗവൺമെൻറ്റിന് 11 കോടി മെച്ചം കൈവരുത്താൻ സാധിച്ചിട്ടുണ്ട്. സ്മാർട്ട് നഗരമായി മുന്നേറുന്ന കൊച്ചി നഗരത്തിനേറെ അനുയോജ്യമാകും ഇടപ്പള്ളി മേൽപ്പാലം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. റിപ്പോർട്ടർ, കൊച്ചി.